ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ അഫ്ഗാനി ക്രീമി ചിക്കൻ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനിത് ഉണ്ടാക്കാൻ ഒരു റീസൺ ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നൊരു ഡിഷാണിത്. ആളൊരു ഹോട്ടലിൽ പോയി കഴിച്ചിട്ട് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട് എനിക്ക് റെസിപ്പി സജസ്റ്റ് ചെയ്ത് തന്നതാണ്. ഇതൊന്ന് ഉണ്ടാക്കി നോക്ക്, അടിപൊളിയാണ്, സൂപ്പറായിരിക്കും, ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്ത് തന്നൊരു ഡിഷാണ് കേട്ടോ അത്. ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് കളയാം. നമുക്കും ഇങ്ങനെ ട്രൈ ചെയ്യുന്നതൊക്കെ ഇഷ്ടമുള്ള പരിപാടിയാണല്ലോ. അങ്ങനെ ട്രൈ ചെയ്തതാണ്. മിസ്റ്റർ ഷെഫിൻ്റെ റെഫറൻസ് ആണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ആൾക്കും താങ്ക്സ്. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഒരു കോഴിയുടെ ചിക്കനാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. മസാലയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു നാരങ്ങയുടെ നീര് അതിലോട്ട് പിഴിഞ്ഞ് ഒരു സ്പൂണ് കുരുമുളക്, ഒരു സ്പൂൺ ഉപ്പ്, അല്പം കസ്തൂരി മേത്തി അത് ആണ് ഇതിൻ്റെ മെയിൻ. ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് കസ്തൂരി മേത്തിയാണ്. പിന്നെ ഒരു 5 സ്പൂണ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 5 സ്പൂൺ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ആവശ്യത്തിനുള്ള തൈര് എടുത്തുക. ഈ നാരങ്ങയും തൈരും കൂടെ വരുമ്പോഴത്തേനും തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആവും. ഒരു അരപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഞാനൊരു 1.5 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതിനയിലയും മല്ലിയിലയും ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു 8-10 എടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് വേറെ നമ്മൾ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഒരു ഹാൻഡ്ഫുൾ ഓഫ് കാഷ്യൂനട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ക്രീമുമാണ് വേണ്ടത്. ഫ്രഷ് ക്രീമും ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് ഈ ചിക്കനിലോട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു 4 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എൻ്റെ അരപ്പിന് തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇനി 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 4 മണിക്കൂറിന് ശേഷം ഇനി അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. ഒരു ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലോട്ടൊരു ബട്ടർ ഇടുക. ബട്ടർ ഞാൻ അത്യാവശ്യം ആവശ്യത്തിന് വേണ്ട ഒരു ക്യൂബ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കനില്ലേ, ആ ചിക്കൻ്റെ അരപ്പ് മാറ്റിയിട്ട് ചിക്കൻ മാത്രമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ചിക്കൻ മാത്രമായിട്ടാകുമ്പോഴത്തേനും ആ അരപ്പ് കരിഞ്ഞു പോവാണ്ട് നമുക്ക് കിട്ടും. അരപ്പ് നമുക്ക് പിന്നെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അരപ്പ് മാറ്റിയിട്ട് ചിക്കൻ മാത്രമായിട്ട് നമുക്ക് ഒന്ന് മുരിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് വെന്ത് പോവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇനി ഇത് വേവിക്കാനുള്ളത് തന്നെയാണ്. എല്ലാം കൂടി നമുക്ക് അതുപോലെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ഇതിൻ്റെ ആ അരപ്പ് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് അടച്ചൊരു 20 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. 20-25 കൂടി പോയാൽ അത്രയും മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല ക്രീമി ടെക്സ്ചറിൽ അഫ്ഗാനി ചിക്കൻ നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോഴത്തേനും ആദ്യം കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്രേവിയൊക്കെ ഒഴിച്ച് വരുമ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടമെങ്കിൽ കൂടെ കൂട്ടണേ.